പപ്പായ എരിശ്ശേരി. ഈ എരിശ്ശേരി നമ്മളൊരു 3 സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പായേനെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടിയിട്ട് ഒതുക്കി ചേർക്കും. അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് താളിച്ചൊഴിക്കും. താളിച്ചൊഴിക്കുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് സവോളയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് തേങ്ങയും കൂടിയിട്ട് വറുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ: ഒരു പപ്പായ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. അത് ചെറുതായിട്ട് മധുരം വീണതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. നമുക്കിപ്പോൾ മധുരം തീരെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് നല്ല പച്ച പപ്പായ എടുക്കുക. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ഗ്ലാസ് വെള്ളം. ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മൾ ഉപ്പും ചേർത്തിട്ട് ആദ്യം പപ്പായ വേവിച്ചെടുക്കുക. ഇനി തേങ്ങ ഒതുക്കി ചേർക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്: 1/4 മുറി തേങ്ങ ചിരണ്ടിയെടുത്തത്, പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം. ഇത് മൂന്നും കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിടുക. വെള്ളമൊന്നും ചേർക്കണ്ട, അധികം അരിഞ്ഞു പോകാണ്ട് ഒന്ന് കറക്കിയിടുക. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടത്: 1 ടേബിൾ സ്പൂൺ കടുക്, ഉണക്കമുളക്, ഒരു ചെറിയ സവാള നന്നായിട്ട് ചെറുതാക്കി കുരുകുരുന്ന് അരിഞ്ഞെടുത്തത്, വേപ്പിൻ്റെ ഇല, 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയെടുത്തത്. ഈ സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ആദ്യം തന്നെ ഈ പപ്പായ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, വെള്ളവും ചേർക്കാം. ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. കാരണം പപ്പായ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി വരും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. മിക്സ് ചെയ്തിട്ട് ഈ പപ്പായ നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഈ പപ്പായ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് നമുക്കൊന്ന് ചെറു തീയിലിട്ടിട്ട് ഒന്ന് വേവിക്കാം. നമ്മുടെ പപ്പായ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് പപ്പായനെ അവിടെ വേവിക്കാം. അപ്പോൾ ഇപ്പോൾ പപ്പായ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങയും പച്ചമുളകും ജീരകവും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തത് റെഡി ആയിട്ടുണ്ട്. തേങ്ങ നമ്മൾ ഒതുക്കിയെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കണ്ട, മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി. പപ്പായ വെള്ളമൊക്കെ വറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മൾ തേങ്ങ ഇടുമ്പോൾ ശരിയാവും. ഇതിലേക്ക് നമുക്ക് ഒതുക്കി വെച്ചേക്കണം തേങ്ങ ചേർക്കാം. തീ നന്നായിട്ടൊന്ന് കൂട്ടിയിടാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആവുകയും ചെയ്യും. ഈ പപ്പായയുടെ ഉള്ളിലേക്ക് തേങ്ങയ്ക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തന്നെ തേങ്ങയ്ക്ക് വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി താളിച്ച് ചേർക്കാൻ പോകും. നമുക്കൊന്ന് നീക്കി വയ്ക്കാം. നമുക്കൊരു ചീഞ്ഞട്ടി വെച്ചിട്ട് ചൂടാക്കാം. നമ്മൾ ചീഞ്ഞിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുക്കുക. എന്നാലും നമ്മുടെ നാടൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ഇടാം. ഉണക്കമുളക് ഇടുമ്പോൾ കുറച്ച് ചെറുതായിട്ട് ഒടിച്ചിട്ടിടാം. ഇതിലേക്ക് നമുക്ക് സവാള വേപ്പിൻ്റെ ഇലയും ചേർക്കാം. തേങ്ങയും ചേർക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും സവാളയും നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും.